ഗൈസ് അപ്പം ഇത് ഇതിന്റെ പേരെന്താ? അമ്പഴങ്ങ. അപ്പൊ ഗൈസ് ഇത് അമ്പഴങ്ങയാണ്. പിന്നെ എനിക്ക് കഴിച്ച് തുറക്കാൻ കുറച്ച് പാടാ. ഇതാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിശ്വമിത്രയുടെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാണ്. നമുക്ക് അമ്പഴങ്ങ ഈച്ച് നല്ല ദിവസം. പിന്നെ നിങ്ങൾ ഇത് വിചാരിക്കുന്ന ഇതെന്താ കൈ കൊണ്ട് എടുക്കുന്നതെന്ന്. ഇതാണെങ്കിൽ അമ്പഴങ്ങ ഇതുപോലെ ഉപ്പിലിട്ട സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ഒരേ ദിവസം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കും. കുറച്ച് നമ്മുടെ അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ എടുത്ത് കൊടുക്കാം. പിന്നെ വേറെ ഒരാളെ കാണിക്കാൻ എൻ്റെ അമ്മൂമ്മയാണ്. ഈ അമ്പഴങ്ങയുടെ കാര്യമൊക്കെ അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതാണ് എൻ്റെ അമ്മൂമ്മ. ഗൈസ് അമ്മൂമ്മ അടുത്ത് വയ്ക്കാം. അമ്മൂമ്മ പണ്ടത്തെ അമ്പഴങ്ങയുടെ കഥയൊക്കെ പറഞ്ഞ. അമ്പഴം നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അതേന്ന് അമ്പഴങ്ങ വലിച്ച അമ്മൂമ്മ ഭരണിക്കകത്ത് ഉപ്പ് ഇട്ട് മുളകൊക്കെ ഇട്ട് വെക്കുവായിരുന്നു. എന്നിട്ട് നിങ്ങളൊക്കെ പെറുക്കി അത് തിന്നുവായിരുന്നു. അതിപ്പോ അമ്മൂമ്മ ഉള്ളപ്പോഴല്ലേ അമ്മ? അത് വെട്ടിക്കളഞ്ഞോ അമ്മ ഇപ്പൊ ആ മരം? വെട്ടിയതാന്ന് തോന്നുന്നു. അപ്പൊ അമ്മൂമ്മക്ക് മൂക്കൂടിന്ന് അമ്പഴങ്ങ കഴിക്കും. അമ്പഴങ്ങ കഴിച്ചാൽ എങ്ങോട്ട് അടിപൊളിയായി. എനിക്കിതുപോലെ ക്യാരറ്റും മാങ്ങ അമ്പഴങ്ങ ഒക്കെ ഉപ്പിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. മറ്റേ ക്യാപ്സിക്കം അല്ല മറ്റേ കണ്ണീമിൻ്റെ മെല്ലെ വെക്കുന്ന ക്യാരറ്റ് അതൊക്കെ നല്ല വെള്ളരിക്കയോ കുക്കുംബർ അത് നല്ല അത് ഉപ്പിലിടത്തില്ല. പച്ചക്ക് തിന്നാൻ നല്ല നമ്മുടെ മോന്റെ അമ്മാവനപ്പൂപ്പനത് കഴിക്കുമായിരുന്നു. ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും തരുമായിരുന്നു, അമ്മൂമ്മയ്ക്ക് വല്യമ്മൂമ്മയ്ക്കും കൊടുക്കുമായിരുന്നു. അപ്പൊ ഗൈസ് പിന്നെ ആണെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പം എപ്പോഴും ഈ ക്യാരറ്റ് ഈ അരിഞ്ഞ് നല്ലോണം അരിഞ്ഞു വെച്ചിട്ട് ഒരു കുഞ്ഞതായിട്ട് ഇങ്ങനെ അത് നല്ല ടേസ്റ്റാണ്. കുക്കുംബറൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ കുക്കുംബറൊക്കെ കഴിക്കായിരുന്നു. പിന്നാണെങ്കിൽ നമ്മുടെ അമ്മാവനപ്പൂപ്പന് പാവയ്ക്ക ജ്യൂസ് ശിവയ്ക്ക് അത് ഇച്ചിരി കൊടുക്കണം അല്ലേ? പാവയ്ക്ക ജ്യൂസ് എനിക്ക് ശിവ എന്തോ നോക്കാൻ പോയെന്ന് എനിക്ക് മനസ്സിലായി. അമ്മുമ്മയും എന്തുവാ ശിവയും കൂടെ അമ്പഴങ്ങ തിന്നുന്നു. വിഷ്ണു വരാൻ സമയമായോ എന്നല്ലേ നീ നോക്കാൻ പോയത്? എനിക്കറിയാലോ നിന്നെ. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ നല്ലതല്ലേ? ഉപ്പ് മാത്രം ഇട്ട് കഴിക്കുവാണോ? ഇത് ഞാൻ കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാതെ ഉപ്പിട്ട് തിന്നെങ്കിൽ നല്ല രുചിയാണ്. ഉപ്പിട്ടിട്ടേ തിന്നെങ്കിൽ നല്ല രുചിയ. വേണമെങ്കിൽ 2-3 നല്ലതാ. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് വെള്ളം ഇതിന്റെ വെള്ളം കൂടെ അമ്മ എന്താ പറഞ്ഞേ? അടിപൊളിയാ. നമുക്ക് കണ്ടോ ഒരു മുട്ട പോലെ ഉണ്ട്. അപ്പം അത് തീർന്ന് അമ്മൂമ്മയുടെ അപ്പം നമുക്ക് ഇതിനകത്തുണ്ട് നിറയെ ഒതിപ്പുണ്ട്. അമ്മ ഇത് അമ്മ പറഞ്ഞില്ലേ ഇന്നലെ EVSന്റെ പഠിപ്പിച്ചപ്പം അല്ല ഇംഗ്ലീഷിന്റെ പഠിച്ചപ്പം ഇതുപോലെ ഇങ്ങനെ നടാതെ ഇതേപോലെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കിളിക്കുവോ? എന്താ ചോദിക്കുന്നത്? ഇത് കിളിക്കത്തില്ല. എന്താ ഇത് പച്ചയ്ക്ക് നമ്മള് തിളപ്പിച്ചാർച്ച വെള്ളമാ ഉപ്പ് ഇട്ട് വെക്കുന്നത്. അതിനകത്താ ഈ പച്ച അമ്പഴങ്ങ ഇടുന്നത്. അപ്പൊ അതങ്ങ് കടന്നലിയുമ്പോ പിന്നെ അതിന്റെ അരി കിളിക്കത്തില്ല. പച്ചക്കായ ആ മരത്തെ നിന്ന് പഴുത്ത് വരുമ്പോ അതിന്റെ അരി നട്ടാ കിളിക്കും കേട്ടോ. അയ്യോ അപ്പൊ കളിക്കത്തില്ല. അപ്പൊ ഇതെന്തോ അപ്പൊ ഇത് മുട്ട പോലെ കളിക്കാം, നല്ല ബോള് പോലെ.
കടിച്ച് തിന്നുമ്പം പുഴുവായി പോകരുത്. സൂക്ഷിച്ച് വേണം കൈയെ മുറുക്കി പിടിച്ചോണ്ട് കടിച്ചു പിടിച്ച് തിന്നാൻ. ഈ അരി വായില് ഇട്ടുകൂടാ. എന്താ അത് അണ്ണാക്കി അതുകൊണ്ട് സൂക്ഷിച്ചേ കഴിക്കാം. ഈ റംബൂട്ടാൻ കൊടുക്കുമ്പോഴേ ശിവയ്ക്ക് റംബൂട്ടാൻ കൊടുക്കുമ്പോ ഈയിടെ റംബൂട്ടാന്റെ കൂട്ട് അത്ര ഇതില്ലെങ്കിലും ഇത് സൂക്ഷിക്കണം. എന്താ അല്ല റംബൂട്ടാൻ ഈയിടെ അപ്പുറത്തെ ചുമയുണ്ടല്ലേ, അവള് എന്തൊക്കെയോ സെറ്റ് ചെയ്യാൻ മുമ്പേ പറഞ്ഞല്ലേ മുളക് പൊടി ഇട്ട ടേസ്റ്റ്. അപ്പം നമുക്ക് രണ്ടെണ്ണം എടുക്കാം. അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം എടുക്കാം. അപ്പൊ ഇതിനകത്ത് ഉപ്പ് ഉണ്ട്, കുറച്ച് വെള്ളം എടുത്ത് ഉണ്ട് വേണ്ട കൂടെ കാണും. അപ്പൊ ഗൈസ് കുറച്ച് മുളക് പൊടി ഇട്ടു, താഴോട്ടിട്ടു. അയ്യോ ഇത്രയും എരിവ് വേണോ? ആഹാ അടിപൊളി. മിക്സ് ചെയ്ത് കൊടുക്കാം. അയ്യോ ശിവയ്ക്ക് പുളി കിട്ടിയാലും കണ്ണിമാങ്ങ കിട്ടിയാലും ചാമ്പയ്ക്ക കിട്ടിയാലും മാങ്ങ കിട്ടിയാലും അതാ അപ്പോഴേ നമ്മുടെ പടിഞ്ഞാറേ അറ്റത്ത് അയ്യത്തിന്റെ പടിഞ്ഞാറേ അറ്റത്താണെങ്കിൽ ഒരു വലിയ നാട്ടുമാവ് ഉണ്ടായിരുന്നു. അതേലെ മാങ്ങയാണെങ്കിൽ കണ്ണിമാങ്ങ അച്ചാറിടാൻ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അത് വിളയുമ്പോഴുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് മക്കളെ, ഇപ്പോഴും അവിടെ നിന്ന് ഇപ്പൊ ഉണ്ടാവും മാവ്. അത് വിളഞ്ഞ് പഠിക്കുമ്പോ പഴുത്ത മാങ്ങ എടുത്ത് ഞങ്ങൾ എന്തോ ചെയ്യുന്നറിയോ, മാങ്ങാ പുളിശ്ശേരി വെക്കും. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് വലിയൊരു ഭരണിയുണ്ട്. ഈ മാങ്ങയെല്ലാം കൊണ്ടുവന്ന് കഴുകി അതിനകത്ത് പെറുക്കിയിട്ട് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ച് ഉപ്പിന്റെ പരല് വിട്ട് അടച്ചു കെട്ടിയങ്ങ് വെക്കും. ഒരു വർഷത്തിൽ കൂടുതൽ ഇരിക്കും. അത് നമ്മൾ എടുക്കുന്ന എന്നാന്ന് കർക്കിടക മാസം ഒക്കെ ആവുമ്പോ അതെടുത്ത് നമ്മൾ എന്തോ ചെയ്യും, പുളിശ്ശേരി വെക്കും. അപ്പൊ ഗൈസ് പിന്നെ ഞാൻ ഒരു കാര്യം കുറച്ചുകൂടി പോയി. ഗൈസ് ഷെയറിങ് ആൻഡ് കെയറിങ് ആണ്. നല്ല ടേസ്റ്റ്. ഇപ്പൊ മുളക് ഉപ്പ് കൂടി ഇട്ട് വേണ്ടടാ. അല്ല മുളകും കൂടി ഉപ്പ് നന്നായിട്ടിട്ട് മുളക് കൂട്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് കൂടെ കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു സിനിമയ്ക്കകത്ത് ഈ ജയറാമിൻ്റെ ഭാര്യ ഒടുവിൽ ഉണ്ണികൃഷ്ണന് മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തൊരു കറി വെച്ച് കൊടുക്കുമല്ലോ, പച്ചക്കറി എല്ലാം കൂടെ വെട്ടി അരിഞ്ഞിട്ട്. അതിനകത്ത് പറയത്തില്ലേ, അച്ഛാ 1.5 കിലോ മുളക് പൊടിയും 2 കിലോ ഉപ്പും ആ ഉള്ളി പോയേക്കുന്നേ. ഈ ദൈവമേ അമ്മേ കുടിച്ചോ? ഞാനിങ്ങനെ കുടിക്കൂടാ. മുളക് അത്രയും കലക്കി അമ്മയ്ക്ക് കൊടുത്തിട്ട് ദൈവമേ എന്നെ കാത്തോണേന്നോ? അയ്യോ അതിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പോകണോ? ഈ അമ്പഴങ്ങയും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചിട്ടേ രണ്ടുപേരോട് ഇനി അടുത്ത പരിപാടി എന്തുവാ? എന്തുവാ അടുത്ത പരിപാടി? ഞങ്ങൾക്ക് ഇനി ഒന്ന് കൊച്ചുമോള് കുളിച്ചിട്ട് കൊച്ചുമോക്ക് എനിക്കൂടെ അമ്പലത്തിൽ വരെ തൊഴാൻ പോകണം. നീട് പാടി. ചിലപ്പം മിക്കവാറും ചാൻസ് കൂടുതലാണ്. എരിക്കുന്നില്ലേ, പിന്നെ തിളപ്പിച്ചാർച്ച വെള്ളമാ. കുഴപ്പമുണ്ടോ അമ്മ? ഒരുപാട് എരിക്കുന്നതിന് പിന്നെ ഗൈസ് ഇന്ന് റോളർ സ്കേറ്റിങ്ങിന് സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ നല്ല ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ ആണെങ്കിൽ ഞങ്ങൾ ചെയ്തത് ഗൈസ്. അപ്പം
ഞാൻ പിന്നെ ഞങ്ങൾക്ക് റേസിംഗ് സംഭവം കാണിച്ചു. ഇതെന്തോ സംഭവം? ഇതെന്തോ സംഭവം? ഇത് എൻ്റെ വിഷമിത്ര എനിക്ക് തന്നതാ, ഒരു ലവിൻ്റെ സംഭവം. ഇതാണ് ഗൈസ്. താഴോട്ട് കാണിക്കൂ. വേണ്ട